പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ എല്ലാവർക്കും വളരെ ഉത്കണ്ഠയും ആകാംക്ഷയൊക്കെ ഉള്ളൊരു വിഷയം തന്നെയാണ്. എന്താണെന്നല്ലേ, ഈ മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ടോ? അതെ, ഒരുപാട് മാന്ത്രികമായിട്ടുള്ള പൂജകളും വിധികളും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, കണ്ടറിഞ്ഞിട്ടുണ്ട്, അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന മന്ത്രങ്ങളൊക്കെ എങ്ങനെയാണ് ഫലവത്താകുന്നത്? അല്ല അതിൻ്റെയൊക്കെ പിന്നെ എന്തെങ്കിലും കഥയുണ്ടോ? അത് വെറുതെ നമ്മുടെ സമയം കളയലാണോ? ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണോ? ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മൾ കടന്നുകൂടും. സ്വാഭാവികമാണ്. കാരണം ഇതിനൊന്നും വ്യക്തമായ നേരിട്ട് ഒരു ഒബ്ജക്റ്റിലല്ലല്ലോ ഫലം നേരിട്ട് കാണാൻ സാധിക്കുക. പക്ഷേ പിന്നീട് അതിൻ്റെ ഫലം കുറേശ്ശെ ലഭിക്കുമ്പോൾ ഇതൊക്കെ മറന്നു പോകുന്നു, ചെയ്തതിൻ്റെ ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളൂ. ഏതായാലും മന്ത്രം എന്ത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ വളരെ ലളിതമായി ശാസ്ത്രീയമായി പറയുമ്പോൾ എല്ലാവരും തുറന്ന് ശരിക്കും ആ സംഭവിക്കുന്നത് ഓക്കെ ആണെന്ന് പറയും. എന്താണ് മന്ത്രം? മനസ്സ്. ത്രം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം മനസ്സിൽ ആവർത്തിക്കുന്നത് മന്ത്രം. ഈ മനസ്സിൽ ആവർത്തിക്കുന്നത് സംഭവിക്കുമോ? തീർച്ചയായിട്ടും സംഭവിക്കുന്നില്ലേ? നമ്മളിതിന് ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും ഈ ഓട്ടോ സജഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓട്ടോ സജഷനും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ പലർക്കും വിജയം കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലോ, അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവരല്ലേ. അതിനാണ് മന്ത്രം എന്ന് പറയുന്നത്. ഇതിനെ നമ്മളെ ലളിതമായ രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ആ ഒരു വിഷ്വലൈസേഷനിലൂടെ അത് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആവർത്തിക്കപ്പെടുന്ന ചിന്ത, ആ സജഷനാണ് മന്ത്രം. അപ്പം അതേതായാലും പലർക്കും അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിൽ വളരെ ആഴത്തിൽ ഡീപ്പ് റൂട്ടിൽ ചിന്തിക്കുമ്പോൾ മന്ത്രങ്ങൾ ബീജമന്ത്രവും മൂലമന്ത്രവും ഒക്കെ ഉണ്ട്. ഈ ബീജമന്ത്രങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെല്ലുമ്പോൾ അത് വിധിപ്രകാരം ഉള്ള മാസ്റ്റേഴ്സിൽ നിന്നും സ്വായത്തമാക്കി വേണം ചെല്ലാൻ. അല്ലെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഓരോ വാക്കുകളും ചിന്തയും അല്ല എനർജിയല്ലേ. ഇത് ശരിയായ അളവിൽ ശരിയായ തലത്തിൽ ചെയ്യേണ്ട പോലെ പറയേണ്ട പോലെ പറയുകയും ചെയ്യേണ്ട പോലെ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ബീജമന്ത്ര ഉപാസനയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപകടമാണ്. കാരണം ഈ എനർജിയാണല്ലോ എല്ലാം, അല്ലേ? ഊർജത്തിൻ്റെ വ്യത്യസ്ത വിന്യാസങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ എനർജിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ളതാണ്. ആ ശക്തി ശരിയായ ഡയറക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ അപകടകാരിയാണ്. ശക്തിയുള്ളതെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടകാരിയാണ്. അപ്പം നമ്മുടെ ഉള്ള ഊർജത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി മന്ത്രങ്ങളിലൂടെ സ്വായത്തമാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മുന്നിൽ അപകടാവസ്ഥ. ബീജമന്ത്രങ്ങൾക്ക് സ്വീകരിക്കുമ്പോൾ അത് വിധിപ്രകാരമുള്ള ദീക്ഷ സ്വീകരിക്കും. യൂട്യൂബിലാണേലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇങ്ങനെ ദീക്ഷ നൽകുന്ന ഒരു കാലഘട്ടമാണ്. യൂട്യൂബ് ഗുരുക്കന്മാരൊക്കെ ഒരുപാടുണ്ട്. ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ഇത്ര ദിവസം ചെയ്തു അതിന് ദീക്ഷ തരുന്ന ഒരു പ്രക്രിയയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളിലൂടെ എന്തെങ്കിലും ചെയ്തു വിടും. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു സദ്ഗുരു സവിധേന വേണം ഈ പറയുന്ന ദീക്ഷയൊക്കെ സ്വീകരിക്കാൻ. അപ്പോൾ ആരാണ് ഗുരു, ആരാണ് സദ്ഗുരു എന്നുള്ളതിനെ അറിയാതെ പലപ്പോഴും നമ്മൾ പോയിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ചിട്ടകൾ ഇത് തന്നെയാണ് എന്ന് അന്ധമായി അങ്ങ് വിശ്വസിക്കും. ഇവിടെ മനസ്സിലാക്കാനുള്ളത് മന്ത്രങ്ങൾ, ബീജമന്ത്രങ്ങൾ പ്രത്യേകിച്ചുമൊക്കെ സ്വായത്തമാകുമ്പോൾ ഇന്നിപ്പം നമ്മുടെ ഈ ഒരു പാതയിൽ ഒരുപാട് ആൾക്കാർ സ്പിരിച്വാലിറ്റിയുടെ എസൻസ് ഉള്ളവരും അല്ലെങ്കിൽ സൈക്കോളജിയും തമ്മിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ അലയുന്നവരുണ്ട്. അവർക്ക് ഒരുപാട് ഉത്സാഹവും ക്യൂരിയോസിറ്റിയും ഉണ്ട്. എന്നിട്ടോ ഏതെങ്കിലുമൊക്കെ ഗുരുക്കന്മാർ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലും കാണുന്ന കുറേ സംഭവങ്ങൾ വെച്ചിട്ട് ഉപാസനയൊക്കെ അങ്ങ് സ്വീകരിക്കും. എന്നിട്ടോ പലരും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, സാറേ ഇന്നടുത്ത് ഇന്ന രീതിയിലുള്ള ഉപാസന സ്വീകരിച്ചു, അല്ലെ ഇന്ന തരത്തിലുള്ള ഒരു ദീക്ഷ സ്വീകരിച്ചു, ഞാൻ അത് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം അതും കൂടെ ചെയ്താൽ കുഴപ്പമുണ്ടോ, അല്ലെ ഇത് ചെയ്താൽ മൊത്തം കൺഫ്യൂസ്ഡാണ്. ഇങ്ങനെ കണ്ണിക്കണ്ടതെല്ലാം വാരി വലിച്ച് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ഈ അറിവ് നേടാം എന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയ അപകടവുമാണ്. കാരണം ഒരു അസുഖത്തിന് തന്നെ അലോപ്പതി മരുന്നും ആയുർവേദ മരുന്നും ഹോമിയോ മരുന്നും പ്രകൃതി ചികിത്സ എല്ലാം കൂടെ ഒരാൾ എടുക്കാൻ പോയാൽ എങ്ങനെ എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഒരുപാട് അറിവുകൾ സുലഭമായിട്ട് കിട്ടുന്നൊരു കാലഘട്ടത്തിലാണ്. അത് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുന്നതൊക്കെ നിങ്ങൾ ഓരോ സ്ഥലത്തും സ്വീകരിക്കുന്നു, അവിടെ നിന്ന് എടുക്കുന്നു, അവിടെ നിന്ന് പഠിക്കുന്നു, ഇതെല്ലാം കൂടെ കൊണ്ട് ആകപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ട് തല ഒരു ബ്രെയിൻ ഫോഗ് അടിച്ച പോലെ ഒരു മന്ദിപ്പിലും വിഹുലതയിലും എത്രയോ ആൾക്കാർക്ക് അങ്ങനെ മാനസിക കൺഫ്യൂഷൻ പെട്ടിട്ട് നമ്മുടെ വരാറുണ്ടെന്നറിയാം. പറഞ്ഞു വരുമ്പം അവർ ഒരുപാട് നാളുകളുടെ യോഗ ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഞാൻ സാധന സ്വീകരിച്ചിട്ടുണ്ട്, ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്താ
ഇപ്പോഴും പണ്ടത്തെക്കാളും കൂടുതൽ ദുരിതവും പേറി ആശങ്കയായിട്ട് നടക്കും. അപ്പം തീർച്ചയായിട്ടും ഈ അറിയാതെ ചെയ്യുന്ന പല മാന്ത്രിക വേലകളായതൊക്കെ അതൊക്കെ നമ്മളെ നശിപ്പിക്കും. അത് കൃത്യമായ രീതി അറിഞ്ഞു വേണം നമ്മുടെ ചിന്തകളെ ട്രാക്ക് ചെയ്ത് പോകാൻ. ഇതിൽ വലിയതൊന്നും പഠിച്ചില്ലെങ്കിലും വേറെ ഒന്നുമില്ലെങ്കിലും നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ചില കീർത്തന ഗീതങ്ങളുണ്ടല്ലോ ഭഗവത് സ്തുതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവാനെ അല്ലെങ്കിൽ ദൈവത്തെ സ്മരിച്ചുകൊണ്ടുള്ളതും. അധികം കൺഫ്യൂഷൻ ഒന്നും പോകാൻ അതെങ്കിലും ഒന്ന് മാനേജ് ചെയ്ത് പോയാൽ മതി. നമ്മുടെ നിത്യം ചെയ്യാനുള്ള നാമജപങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആധ്യാത്മികമായ ഗ്രന്ഥങ്ങളുടെ പാരായണമാകാം. ഇതൊക്കെ മന്ത്രം തന്നെയാണ്. ഇത് വലിയ വലിയ തത്വങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്താൽ തന്നെ ഒരു നല്ല മരുന്നാണ്. അതും ഒരു മന്ത്രം തന്നെയാണ്. മന്ത്രദീക്ഷ സ്വീകരിക്കൽ പോലെ തന്നെയാണ്. അപ്പം നമുക്ക് അറിയാൻ പാടില്ലാത്തവയെ കൂടുതൽ കയറി പ്രയോഗിക്കാൻ പോകരുത്. അതിനൊക്കെ ശക്തി ഉള്ളതാണ് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് പോകും. ഇപ്പോൾ മന്ത്രങ്ങളൊക്കെ തന്നുകൊണ്ട് അല്ലെങ്കിൽ ക്രിയകളൊക്കെ ചെയ്യുന്ന ആചാര്യന്മാർ അത് കൃത്യമായി മനസ്സിലാക്കി, പ്രത്യേകിച്ച് ചില പരികർമ്മികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ നമുക്കറിയാം ദൈവികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാ മതങ്ങളിലും അവർ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെപ്പറ്റി പഠിച്ച് ഉൾക്കൊണ്ട് ചെയ്യുന്നവരാണ് അതിന് ഫലമുണ്ട്. പക്ഷെ ഇത് പുറമേ പെരിഫറലായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ആത്മാർത്ഥത ഇല്ലാതെ ചെയ്യുന്നതാലൊന്നും ഫലം കിട്ടാറുമില്ല. അപ്പോൾ ശക്തിയുള്ളതിനെ അതിൻ്റെ മൂല്യം അറിഞ്ഞ് അതിൻ്റെ ഇൻറ്റൻഷൻ ഉള്ളിൽ കറക്റ്റായ രീതിയിൽ ഉദ്ദേശശുദ്ധി ചെയ്യുന്ന ആളും അത് സ്വീകരിക്കുന്ന ആളും അവരുടെ മനോഭാവങ്ങൾ ഒരേ തലത്തിൽ വേവ്ലെങ്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ മന്ത്രങ്ങൾക്കും ശക്തിയുണ്ട് എന്നുള്ളതാണ്. ഈ മന്ത്രം കൊണ്ട് ഒരു ഗുണം കാക്ഷിക്കുന്ന ആളുടെ മാനസികാവസ്ഥ ശാന്തമായിരിക്കണം. ഒപ്പം നൽകുന്ന മന്ത്രസിദ്ധിയിലൂടെ പരിഹാരം നൽകുന്ന ആളുടെ ഇൻറ്റൻഷൻ കറക്റ്റായിരിക്കണം. അവരുടെ എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ മന്ത്രങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഇതിലൂടെയുള്ള ഹീലിങ്ങുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ സദ്ഗുരു സവിധേനെ ആയിരിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ ഇത് തിരിച്ചറിയുന്നത്? എല്ലാ അറിവുകളും നമുക്ക് നന്മ തരുന്നതാണ്. പക്ഷെ ഒരുപാട് അറിവുകൾ പകർന്ന് ഷെയർ ചെയ്ത് തരുന്നവരെല്ലാം സാധാരണ ഗുരുക്കന്മാരെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ്. എന്നാൽ സദ്ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അതല്ല. കാലങ്ങളായിട്ട് അവർ മനസ്സിലാക്കിയ തത്വങ്ങളും കാര്യങ്ങളും സ്വയം ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അവരിലൊരു ട്രാൻസ്ഫോർമേഷൻ പ്രകടമായി കാണുന്നുവെങ്കിൽ അവരുടെ ചിന്തയും പ്രവൃത്തിയും കറക്റ്റ് ഡയറക്ഷനിലാണ്. അത് അവർ നിർദ്ദേശിക്കുന്നതാണ്. അത്തരത്തിലുള്ളവരാണ് തൻ്റെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് പകർന്നു കൊടുക്കുന്നതാണ് സദ്ഗുരുക്കന്മാർ. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുന്ന ഓരോ കാര്യങ്ങളിലും നൽകുന്ന മാസ്റ്റേഴ്സ് ആരാണോ അവരുടെ പശ്ചാത്തലം നിങ്ങൾ ബാക്കിലോട്ടൊന്ന് നിരീക്ഷിക്കണം. അതിന് നമുക്ക് ബുദ്ധിയുണ്ടല്ലോ. ഒരു 5-6 വർഷം മുമ്പ് അവരെന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ആ സമയത്തും ഇപ്പോഴും നമ്മൾ യാതൊരു മാറ്റവും അവരുടെ ജീവിതത്തിൽ ആത്മീയ പുരോഗതിയോ ഭൗതിക പുരോഗതിയോ ഇല്ലെങ്കിൽ അവരുടെ ചിന്തകളും ചെയ്തികൾ തന്നെയല്ലേ അവരവിടെ എത്തി. അവർ പിന്നെ ഇങ്ങനെ പുതിയ അറിവുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് ഇങ്ങനെ തന്നുകൊണ്ട് പറയുമ്പോൾ അങ്ങനെയുള്ളവരെ ഒരിക്കലും നമുക്ക് നമ്പാൻ പറ്റില്ല. അനുഭവത്തിലൂടെ വിളമ്പുന്നവരാണ് സദ്ഗുരുക്കന്മാർ. അവരിലൂടെ കിട്ടുന്ന പ്രാക്ടീസാണ് നമുക്ക് മാറ്റം ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രങ്ങൾക്ക് അത്രത്തോളം ശക്തിയുണ്ട്. അത് വിധിപ്രകാരമുള്ളത് കൊണ്ട് അല്ലാത്തത് കൊണ്ട് എന്നർത്ഥം. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ മന്ത്രങ്ങൾ പറയുമ്പോൾ പലപ്പോഴും അതിനോടൊപ്പം ചില ക്രിയകളൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ നമ്മൾ, സ്വാഹ ഇങ്ങനെയൊക്കെ കാണിക്കാറില്ലേ. അപ്പോൾ എനിക്ക് എന്താ ഈ കൈക്രിയക്കകത്തുള്ള പ്രയോജനം? ഈ ചിന്തിക്കുന്ന കാര്യങ്ങളും അത് അതേപോലെ തന്നെ യോജിച്ച രീതിയിലുള്ള ആക്ഷനും ഒരേപോലെ വരുമ്പോൾ ഈ ഒരു വൈബ്രേഷൻ കൂടുതലായിട്ട് എഫക്റ്റ് ആകുന്നു എന്നുള്ളതാണ്. നമ്മൾ അനുഗ്രഹങ്ങളൊക്കെ ചൊരിയുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ആ സമയത്ത് അനുഗ്രഹം നൽകുന്ന ആളുടെ മനസ്സിൻ്റെ ഏകാഗ്രതയും ആ പറയുന്ന ഉത്ബോധനവുമാണ് ഈ കൈവെള്ളകളിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അതൊരു നല്ല രീതിയിലുള്ള ഒരു എനർജി ട്രാൻസ്മിഷനാണ്. അതിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. പറയുന്നതും ചെയ്യുന്നതും ഈ ക്രിയയും തമ്മിൽ കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ അല്ലാതെ ഒരാളോട് പറയുകയാണ് നീ ഇങ്ങോട്ട് വാ എന്നിങ്ങനല്ലേ വിളിക്കും. ഇങ്ങോട്ട് വാ എന്ന് പറയുകയും ഇങ്ങനെയും കൂടെ കണ്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറയുക, അങ്ങോട്ട് ക്രിയ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാലോ അത് വിരുദ്ധമാകുന്നില്ലേ. അപ്പോൾ ശരിയായ രീതിയിൽ മന്ത്രം ഉള്ളിൽ പറയുന്നതോടൊപ്പം അതിന് യോജിച്ച രീതിയിലുള്ള ക്രിയയും കൂടെ ചെയ്യുമ്പോഴാണ് അതിന് ഫലപ്രാപ്തി എത്തുക. അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് അറിഞ്ഞ് ചെയ്യേണ്ടതാണ് അത്തരത്തിലുള്ള ആഴത്തിലുള്ള മന്ത്രങ്ങൾ. അതിനൊക്കെ ഫലസിദ്ധി ഉണ്ടാവുകയും ചെയ്യും. അത് നമുക്കറിയാത്തതുകൊണ്ടാണ് അത് അറിയുന്നവരിലൂടെ നമ്മളത് സ്വീകരിക്കുന്നത്, അതിൻ്റെ ശക്തി. ഇനിയിപ്പോൾ ഈ മന്ത്രങ്ങൾക്കൊക്കെ ഇങ്ങനെ ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളവരും ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ഒരിക്കൽ ഒരു ശിഷ്യൻ ചോദിക്കുകയുണ്ടായി. ഒരു സദസ്സാണ്, അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യൻ എണീറ്റ് ചോദിച്ച ഉടനെ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ഇരിക്കട അവിടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അയാളങ്ങിയിരുന്നു ആ ശിഷ്യൻ. നീ എണീറ്റേ ഉടനെ ചാടി എഴുന്നിട്ടു.
കടക്ക് പുറത്തെന്ന് പറഞ്ഞു. പാവം ആ ശിഷ്യൻ പേടിച്ചു, പെട്ടെന്ന് പുറത്തേക്ക് പോയി. അവൻ പുറത്തോട്ട് നടന്ന് പറഞ്ഞു, അവിടെ നിൽക്കൂ കുഞ്ഞെ, ഇങ്ങ് വരൂ, അടുത്ത് വരൂ, ഇവിടെ ഇരിക്കൂ. ഇത്രയും കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്തില്ല. ഈ സമയത്ത് കണ്ടല്ലേ, ആദ്യം അയാൾ എനിക്ക് ഇരിക്കവിടെ എന്ന് പറഞ്ഞു. അതൊരു വാക്കാണല്ലേ, മന്ത്രമാണ്. ആക്ഷൻ കാണിച്ചു, ഇരുന്നു. അത് കഴിഞ്ഞാലോ കടക്ക് പുറത്ത് കൈകൊണ്ട് ആക്ഷൻ പറഞ്ഞു. ഉടനെ അയാൾ സ്വീകരിച്ച ആളോ പെട്ടെന്ന് പുറത്തേക്ക് പോയി. ഇത് തിരിച്ച് പിന്നീട് എന്താ പറഞ്ഞ, കുഞ്ഞെ അരികിൽ വരൂ, അടുത്ത് വരൂ, ഇങ്ങനെ കാണിച്ചില്ലേ. അതൊരു മന്ത്രമാണ്. ഇതിനെല്ലാത്തിനും റിസൾട്ട് കിട്ടിയില്ലേ. അപ്പോൾ ഈ പറയുന്ന ഭാവവും എടുക്കുന്ന ശബ്ദവും ഇതെല്ലാം കറക്റ്റ് സിസ്റ്റമാറ്റിക് ആണെങ്കിൽ എല്ലാ മന്ത്രങ്ങൾക്കും ഫലപ്രാപ്തി കിട്ടും എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.